ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഈ പൈലറ്റ് ഫീൽഡിലേക്ക് എടുത്ത് ചാടുന്നത് അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ലോവസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്നുള്ള കുട്ടികൾ ഈ ഒരു ഫീൽഡ് അച്ചീവ് ചെയ്ത് കണ്ടിട്ടാണ് അത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ അവിടെ നമുക്ക് പറ്റി പോകുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ ഈ ലോവർ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, സൊസൈറ്റിയിൽ പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം, അച്ചീവ് ചെയ്യണം, ഇത്ര വലിയൊരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടാക്കിയ സമ്പാദ്യം അത് പണയം വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റിസ്ക് എടുക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ എന്നെപ്പോലെ നോക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് ലോണിൻ്റെ പ്രോസസ്സിൽ ചെറിയൊരു എറേഴ്സ് വന്ന് പിന്നെ അതവിടെ സ്റ്റോപ്പ് ആയിട്ടാണ്. സ്റ്റുഡൻറ്റ് പാലറ്റ്സിൻ്റെ പേരിൽ കുറേ എൻക്വയറീസ് നിങ്ങൾക്ക് വന്നല്ലോ. അപ്പോൾ പിന്നെ സ്റ്റുഡൻസിന് ഇത് ലോൺ എടുത്ത് തയ്യാറാകാൻ പോകുന്ന സ്റ്റുഡൻസിന് ലോൺ എടുക്കുന്നതിന് മുമ്പും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങൾ, അതായത് എനിക്ക് പേഴ്സണലി സംഭവിച്ചതും ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ, പിന്നെ മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനിപ്പുലേഷൻസ്, ആ ഒരു കാര്യങ്ങളും കൂടി ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണമല്ലോ. കാരണം 15 lakhs നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ലൈക്ക് 15 lakhs ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പൈലറ്റായിട്ട് പഠിച്ചിറങ്ങാം, 15 lakhs മാത്രമേ നിങ്ങൾക്ക് ചിലവ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അത് ശരിയാണോ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരടക്കം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു വിത്തിൻ 1 week കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ 15 lakhs എന്ന് പറയുമ്പോൾ ഓക്കെ 15 lakhs കുഴപ്പമില്ല, 15 എന്ന് പറയുമ്പോൾ 1.5, അപ്പോൾ അതിന് ഓക്കെ ആണ്, നല്ലൊരു ഓപ്ഷൻ ആണല്ലോ, കേരളത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങും. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈയിങ് കോസ്റ്റ്, പിന്നെ എക്സാം ഫീസ്, നമ്മൾ കാൽക്കുലേറ്റർ തന്നെ 25,000 ഏകദേശം വരുന്നുണ്ട്, പിന്നെ ഐപാഡ്, ഇങ്ങനെ കോസ്റ്റ് കൂടും. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 15 to 40 lakhs ആ കോസ്റ്റ് വന്ന് നിൽക്കുള്ളൂ, അതിൽ കുറയൂല. അതിൽ കുറയുന്ന പറഞ്ഞിട്ടാണ് മാനിപ്പുലേഷൻസ് നടക്കുന്നത്. പിന്നെ 1.5 ആണോ അതോ 50? അപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ റെഡ് ബേർഡ് യൂണിവേഴ്സിറ്റിയിലെല്ലാം പറയുന്നത് 65 lakhs, കാരണം ഞാൻ അത്രയും എൻക്വയറി ചെയ്തിന് ഈ പൈലറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 65 lakhs പറയുന്നത്. ഫ്രണ്ട്സേ, ബുള്ളറ്റുമാനാണ്. നമ്മൾ മറിയം ജുമാനൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട് ആളുകൾ നമുക്കൊക്കെ വൈറലായിരുന്നു. 19കാരി വിമാനം പറത്തി, മലപ്പുറത്തുകാരി വിമാനം പറത്തി, സാധാരണക്കാരി വിമാനം പറത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജുമാന ഇപ്പോൾ രണ്ടാമത് തിരിച്ചു പോയിട്ടുണ്ട് വിമാനം പറത്താൻ വേണ്ടിയിട്ട്. ബാക്കി 7 മണിക്കൂറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള 193 hours തേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് ഫ്ലൈ ചെയ്ത് അവൾ എന്താ പറയുക സക്സസ് ആയിട്ട് തിരിച്ചു പറ്റേ. പക്ഷേ അതല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ +1 +2 പഠിക്കുന്ന മക്കളൊക്കെ അവരെ പേരൻസായിട്ടും മക്കളായിട്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ ജുമാൻ്റെ പാരൻസിനും കോൺടാക്ട് ചെയ്തിരുന്നു. എങ്ങനെ ഇതിലേക്ക് എത്താം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് ഏതൊക്കെ മാർക്ക് വാങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ കൂടെയുള്ളത് റുഫൈദ, കണ്ണൂരിലെ കണ്ണൂരിവിടെ തലശ്ശേരി, കണ്ണൂർ തലശ്ശേരി. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിൽ കൈസ് എന്ന് പറഞ്ഞൊരു കഫേയിലാണുള്ളത്. അപ്പോൾ നമ്മൾ സ്നേഹിതൻ്റെ കഫേ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ, അതായത് ഇതിനെക്കുറിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മളൊക്കെ ഒരു അറിവുണ്ടാവണത്, ഒരു അവയർനെസ് നല്ലതാണെന്ന നിലക്കാണ് ഇപ്പോൾ റുഫൈദ വന്നിട്ടുള്ളത്. റുഫൈദ നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും. അവളിപ്പോൾ പിന്നെ ശരിക്ക് ഗ്രൗണ്ട് സ്റ്റഡി കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ഫ്ലൈ ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെയാണ് നിർത്തി വെച്ചതാണ് താൽക്കാലികമായിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ എത്ര ചിലവായിട്ടുണ്ട് ഈ ഗ്രൗണ്ട്? ശരിക്ക് ഓൾമോസ്റ്റ് 2 lakhs എബോ ആയി. എക്സാം എഴുതി, അതിന്റെ എക്സാം എഴുതിയിട്ട് എക്സാംസ് എഴുതിയിട്ടില്ല. പോകുന്നതിന് ടൈമിൽ എക്സാംസ് എഴുതിയിട്ട് പോവാം. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നുകിൽ എക്സാം എഴുതിയിട്ട് പോവാം അല്ലെങ്കിൽ വന്നിട്ട് എക്സാംസ് എഴുതാം. അതായത് റുഫൈദന്റെ എക്സ്പീരിയൻസ് മൊത്തം പറയുകയാണെങ്കിൽ മക്കൾക്ക് ഒരുപാട് ഉപകാരമാവും. കാരണം എന്താ വെച്ചാൽ ഇതിന് തയ്യാറെടുക്കുന്ന ഒരുപാട് മക്കൾ പേരൻസ് ആണെങ്കിലും എങ്ങനെ സമ്പാദിക്കാം, ഫിനാൻഷ്യലി നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നും, അല്ലെങ്കിൽ ഇവർ പിന്നെ എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിൽക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മറ്റുള്ള സമ്പാദ്യങ്ങൾ, സ്വർണം, മറ്റൊക്കെ എല്ലാം ശരിക്കും സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണും. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. മെയിൻലി ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 5 ആൾക്കാർ ലോൺ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ്. ബാക്കി ഒരു 2 ആൾക്കാർ എന്ന് പറയുന്നത് സെൽഫ് ഫണ്ടിങ്, അതായത് സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സമ്പാദ്യം വെച്ചിട്ടോ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ബാക്കി ഒരാൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബാക്കി 2 ആൾക്കാരിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് നോക്കുകയാണെങ്കിൽ ഞാൻ പെർമനൻ്റ്ലി ഡ്രോപ്പ് ചെയ്തൊന്നുമല്ല, കറൻ്റ്ലി ലോണിൻ്റെ ബാക്കിൽ പോയി ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഡിലേ ആയി അപ്പോൾ മുന്നോട്ടേക്ക് ലോണിൽ നിന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ താൽക്കാലികമായിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട ഒന്നാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 ആളെ നോക്കുകയാണെങ്കിൽ ഒരു 2 ആൾ അല്ലെങ്കിൽ 3 ആൾക്കാരെങ്കിലും ഇതുപോലെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ചില കാര്യങ്ങളും കൂടി നമ്മൾ മുന്നേ അറിയേണ്ടതായിരുന്നു എന്നുള്ളത്.
അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. പിന്നെ മെയിനായിട്ടുള്ളൊരു മാനിപ്പുലേഷൻസ്, ഈ ഫീൽഡിലെന്നല്ല എല്ലാ ഫീൽഡിലും നടക്കുന്ന ഒരു കാര്യം മാനിപ്പുലേഷൻസ്, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിലുള്ളത്. അതിൽ പെട്ടുപോയ കുറേ കുട്ടികളെ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഔട്ട് മെസ്സേജ് വരുന്നുണ്ട്, ഫോളോ അപ്സ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറേ ആൾക്കാരിലേക്ക് എത്തും ഡെഫിനറ്റ്ലി. അതുകൊണ്ടുകൂടിയാണ് ഇത് ചൂസ് ചെയ്തത്. സോ പിന്നെ അതല്ല, പിന്നെ ഇപ്പോൾ പിന്നെ ആളുകൾ നമ്മളോട് നമ്മൾ പേരൻസൊക്കെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ MBBS എടുക്കണോ അല്ലെങ്കിൽ പൈലറ്റ് വിഭാഗത്തിലേക്ക് പറഞ്ഞയക്കണോ, ഒരുപാട് പേരൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കൺഫ്യൂഷനാണ്. പിന്നെ അതുമല്ല, ഒരുപാട് പ്രൈവറ്റ് ജെറ്റുകളും മറ്റും മറിച്ചൊക്കെ ഇന്ത്യയിൽ വരാനുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ജോലി ചെയ്യാൻ ആളുകളുടെ കുറവുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പൈലറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാന്നുള്ളതിനെ പറ്റി ശരിക്കും ഒന്ന് ഇതൊക്കെ അറിയാമോ? മെയിൻലി ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കൂടുതൽ കിട്ടുന്നോ അങ്ങനെയൊന്നും പൈലറ്റ് ഫീൽഡിലില്ല. പിന്നെ മെയിനായിട്ട് കാഡറ്റ് ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 90% ജോബ് അഷ്യൂറൻസ് നൽകുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം കാഡറ്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതൊഴികെ അല്ലാണ്ട് CPL എടുക്കുന്ന കുട്ടികളെക്കാട്ടിയും ഈ കാഡറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജോബ് ഗ്യാരണ്ടി അങ്ങനെയൊന്നും നടക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ എടുക്കുന്നൊരു കീ വേർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാലറ്റ് ആകുന്ന സമയത്ത് ഇന്ത്യൻ വെതറിൽ പറന്ന് ശീലമുള്ളൊരു കുട്ടിക്കല്ലേ ഇന്ത്യൻ പാലറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഫീൽഡിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ടൈമിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, ആദ്യം നമ്മൾ ഇന്ത്യൻ ഫീൽഡിൽ ഈ ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൽ പറയുന്ന ഒരാൾക്കല്ലേ പാലറ്റ് ആകുന്ന ടൈമിൽ നമുക്ക് കൂടുതലൊരു ഡിമാൻഡ് വരാൻ ഇന്ത്യൻ പാലറ്റ്സിനായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഇനി വിദേശത്തു നിന്നാണ് ലൈസൻസ് എടുക്കണ വെച്ചെങ്കിൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസിലേക്ക് മാറ്റേണ്ടി വരില്ലേ? ഡെഫിനറ്റ്ലി മാറ്റും. ഇന്ത്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹയറിംഗിന് പോകാൻ പറ്റുള്ളൂ. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അത് ഹയറിംഗിന്റെ ഇടയിൽ ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഒരു ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കൊണ്ട് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഇന്ത്യൻ വെതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താ പറയുക, ഇതിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ആ പറഞ്ഞ പോയിന്റ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ആ പറഞ്ഞതിൽ എത്രത്തോളം പ്രോപ്പർ ആയിട്ടുള്ളൊരു വേർഡാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേ കാര്യങ്ങൾ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് പുറത്ത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇന്ത്യയിൽ മാത്രം പറത്തുന്ന ഒരു പാലറ്റ് അല്ല, ലൈക്ക് ഡൊമസ്റ്റിക് എയർലൈൻ പാലറ്റ് അല്ല, നമ്മൾ ഡെഫിനറ്റ്ലി ഇൻ്റർനാഷണൽ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഇന്ത്യൻ വെതറിൽ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇൻ്റർനാഷണൽ പാലറ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിമാൻഡ്സ് കൂടുക. അപ്പോൾ ഈ വെതർ കണ്ടീഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കെതിരെ യൂസ് ചെയ്തിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുത്തിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും പറയുന്നുണ്ട് ആൾക്കാർ, ലൈക്ക് നമ്മൾ ഇന്റർനാഷണലി പോകുന്നതാണല്ലോ, ഇന്ത്യൻ വെതർ മാത്രമല്ലല്ലോ അവിടെ നമുക്ക് വരുന്നത്. ആ കാര്യങ്ങളും കൂടി ആൾക്കാർ നോട്ടീസ് ചെയ്യുക. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാനിപ്പുലേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ചാനലുണ്ട്. അതിലെന്താ കൊടുത്തത്? പേരെന്താ കൊടുത്തത്? ഫ്ലൈ വിത്ത് മൈൻഡ്. ഫ്ലൈ വിത്ത് മൈൻഡ്. അതിൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ ഈ പൈലറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയ ടൈമിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ് ആളെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ ടൈമിൽ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഇവൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം അവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിലുള്ളൊരു ഫൈറ്റ് നമുക്ക് വിസിബിളി കാണാൻ പറ്റും. ഞാൻ ഈവൻ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്മിലുള്ള, കാലിക്കറ്റ് അല്ല ട്രിവാൻഡ്രത്തുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അത് അവർ സ്റ്റാറ്റസ് ത്രൂ വിസിബിളി ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട ടൈമിൽ ലൈക്ക് നമ്മൾ വണ്ടർ അടിക്കുക. കാരണം പാലറ്റ് ഫീൽഡ് എന്നെല്ലാം പറഞ്ഞാൽ അത്രയും വലിയൊരു ഫീൽഡാണല്ലോ. ആ ഒരു ഫീൽഡും ഇത്തരത്തിലുള്ള അപ്പുറം ഇപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ ലൈക്ക് സ്റ്റുഡൻസ് കാണുന്ന രീതിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ പിന്നെ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഫിസിക്കൽ കറേജ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പാഷൻ ആണ് ലൈക്ക്. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ടൈമിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട അതിന്റെ ബാക്കിൽ തന്നെ നമ്മൾ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ റിഞ്ചുമാന പറഞ്ഞൊരു കാര്യം, അതായത് ഹൈറ്റ് കൂടുന്തോറും എനിക്ക് ആങ്സൈറ്റി കൂടി വരുമായിരുന്നു, അല്ലെങ്കിൽ പേടി കാര്യങ്ങൾ ഇതൊക്കെ. ഇതിലിപ്പോൾ ജോഗ്രഫിക്കലായിട്ടും ബോഡി ഫിറ്റ്നസ് കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പേടി കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, 2 മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഫിസിക്കലി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഹൈറ്റിന്. പിന്നെ മെയിനായിട്ട് പാഷൻ ആണല്ലോ, അതിന്റെ ബാക്കിൽ പോകുന്ന ടൈമിൽ നമ്മൾ എന്തായാലും അത് നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. ചില ആൾക്കാർക്ക് പാഷന്റെ ബാക്കിലാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇൻവോൾവ് ആകുന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റുഫൈദാൻ്റെ അനുഭവങ്ങളാണ്. എത്ര വർഷം അപ്പോൾ റുഫൈദ പോയിട്ടുള്ളത്? 2 വർഷം? സത്യം പറഞ്ഞാൽ 1 വർഷത്തേ വേണ്ടുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് 3 years ആയി ഇതിന്റെ ബാക്കിൽ. കാരണം +2 ഇല്ലെങ്കിൽ നമ്മൾ NOS ത്രൂ സയൻസ് എഴുതിയെടുക്കണം. അപ്പോൾ അതിനൊരു 6 months പോയിട്ടുണ്ട്, ഗ്രൗണ്ട് ക്ലാസ്, അങ്ങനെ പിന്നെ ലോണിന്റെ ബാക്കിൽ പോയി. ഏകദേശം ഓൾമോസ്റ്റ് പറയുന്നത് ഒരു 3 years ഞാൻ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര? 3 വർഷം? അതെ.
അതിൻ്റെ ഇടയിലാണ് വർഷമായി ഈ ഒരു ഫീൽഡിന്റെ ബാക്കിൽ അടക്കാൻ തുടങ്ങി. അതെന്തുകൊണ്ട് പിന്നെ ഈ ഫിനാൻഷ്യലി ആയിട്ട് ഇങ്ങനെ നിർത്തി വെക്കേണ്ടി വന്നിട്ടുള്ള അതുള്ളത് അതോ പിന്നെ എന്തുകൊണ്ട് നിർത്തിവെച്ചു? നിർത്തിവെച്ച ലൈക്ക് ലോണിന്റെ ബാക്കിൽ ഞാൻ ആദ്യം ചിന്തിച്ചതെന്ന് വെച്ചാൽ സെൽഫ് ഫണ്ടിങ് ഉള്ള രീതിയിൽ പോകണം. കാരണം പാരന്റ്സിന് അതിന് ബുദ്ധിമുട്ടിക്കരുന്ന ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള സ്രോതസ് എങ്ങനെ കണ്ടെത്താന്നുള്ളതായിരുന്നു ശരിക്കും? അതിൻ്റെ ഒരു ലൈക്ക് പകുതി പ്രോപ്പർട്ടി കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർ ഈ പൈലറ്റ് ഫീൽഡിലേക്ക് എടുത്ത് ചാടുന്നത് അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ലോവസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്നുള്ള കുട്ടികൾ ഈ ഒരു ഫീൽഡ് അച്ചീവ് ചെയ്ത് കണ്ടിട്ടാണ് അത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ അവിടെ നമുക്ക് പറ്റി പോകുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ ഈ ലോവർ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, സൊസൈറ്റിയിൽ പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം, അച്ചീവ് ചെയ്യണം, ഇത്ര വലിയൊരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടാക്കിയ സമ്പാദ്യം അത് പണയം വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റിസ്ക് എടുക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ എന്നെപ്പോലെ നോക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് കീന് ലോണിൻ്റെ പ്രോസസ്സിൽ ചെറിയൊരു എറേഴ്സ് വന്ന് പിന്നെ അതവിടെ സ്റ്റോപ്പ് ആയിട്ട് വന്നു. ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ നിർത്തേണ്ടി വന്നു. പിന്നെ അതിൽ മുന്നോട്ടേക്ക് ഒരു ഗ്രോത്ത് ഇല്ല. സത്യം പറഞ്ഞാൽ സെൽഫായിട്ട് നമ്മൾ റിസ്ക് നമ്മൾ ചാലഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ലൈക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചാലഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ചിട്ട് ഒരു ലോവർ ക്ലാസ് ഫാമിലിയിൽ ഒരു കുട്ടി ഇത് അച്ചീവ് ചെയ്ത് കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് അവർക്ക് പറ്റുന്ന എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് വെച്ചിട്ട് നമ്മളിതിൽ ആ ചിന്തയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. കാരണം മറിയം ജുമാനൻ്റെ സാധാരണ ഒരു ഉസ്താദിൻ്റെ മോള് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി നാട്ടിൻപുറത്തുകാരി സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണ്, ഇവൾ ഇത്രയും വലിയ നേട്ടം കൈവരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് മക്കൾക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ജുമാനക്ക് പറ്റുമ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഫിനാൻഷ്യലി അങ്ങനെ ഏബിൾ ആണെങ്കിൽ അവർക്ക് അതിന് പിന്നാലെ പോകാം. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ അല്ലേ? പക്ഷേ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണായിരിക്കും നല്ലത്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു റിസ്ക് എലമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പൈലറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളും കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന്റെ സപ്പോർട്ടോടെയാണ് ചെയ്യുന്നെങ്കിൽ ആ റിസ്ക് മൊത്തം അവർ ഏറ്റെടുക്കാം. അവരുടെ റിസ്കിലാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. ആ ടൈമിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പൈലറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേറൊരു റൂട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പൈലറ്റ് ആകാൻ പഠിക്കുന്ന കുട്ടികളാണ്, നമുക്ക് വേറൊരു ജോബും ചെയ്യാനില്ല. അപ്പോൾ എവിടെ തുടങ്ങിയോ അവിടെ നിർത്തേണ്ടി വരും. ബാക്കോട്ടേക്കും പോകാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ഒരു ഡീമോട്ടിവേഷൻ്റെ ഒരു മറ കാണാൻ പറ്റും. ഡീമോട്ടിവേഷന് വേണ്ടിയിട്ട് പറയുന്നല്ല, ഇതാണ് റിയാലിറ്റി. ഡീമോട്ടിവേഷൻ എന്നില്ലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ റിയാലിറ്റി, ഇതിൻ്റെ എന്താ പറയുക ആന്തരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം പാവപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ജുമാനൻ്റെ വീഡിയോ കണ്ടിട്ട് പല സ്ഥലത്തുനിന്ന് പിന്നെ എന്താ പറയുക ഹായ് ഫാമിലിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവർക്കൊന്നും പിന്നെ ഫിനാൻഷ്യലി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരില്ല. പക്ഷേ സാധാരണക്കാരനായിട്ടില്ല അല്ലെങ്കിൽ ഒരു പിന്നെ പ്രവാസിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ ചെറിയ ബിസിനസ് ചെയ്യണവർ പക്ഷേ അത്രയൊക്കെ സംഖ്യ ചിലപ്പം സമ്പാദിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ അതിൻ്റെ ബാക്കി വരുന്ന കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിക്കുക മറ്റും മറിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലേ ഒരുപാട് സമ്പത്തുകൾ ഇതിൻ്റെ പിന്നാലെ നമുക്ക് ചിലവഴിക്കേണ്ടി വരും. ആ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ പിന്നെ റുബൈദ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിന് മുന്നേ നമ്മളോട് പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ പിന്നെ എന്താണ് മറിയം ജുമാനൻ്റെ ആ ഒരു പിന്നെ സ്ഥലത്ത് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ വീട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഓൺ എടുത്തിട്ടൊന്നും ഈ ഒരു പൈലറ്റ് ഫീൽഡിലേക്ക് എടുത്ത് ചാടരുത് എന്നുള്ളവർക്ക്. അപ്പോൾ ഒരു ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താനോ അല്ല നമ്മൾ വീഡിയോ. പക്ഷെ ഇതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പിന്നാലെ പോകാൻ പറ്റുകയാണെങ്കിൽ അതേ കാര്യം ഏറ്റവും ഉചിതം. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പാരൻസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ ഈ ഫീൽഡിലേക്ക് വിടുന്ന ടൈമിൽ പാരൻസ് അവെയർ ആയിട്ട് ഇരിക്കേണ്ട ഒരു മാറ്ററാണിത്. അപ്പോൾ നമ്മൾ മീഡിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഇതുപോലെ ഇപ്പോൾ ജുമാന അതുപോലെ ഇപ്പോൾ വേറൊരു കുട്ടികളുണ്ടല്ലോ ലൈക്ക് കുറച്ചും കൂടി ലോവസ്റ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് പൈലറ്റ് ആയ കുട്ടി. അപ്പോൾ അവരത് കുട്ടി ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളിത് കാണുമ്പോൾ അവരിൽ ആയല്ലോ പൈലറ്റ്, അപ്പോൾ എനിക്കും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയി ചെയ്യുന്നത്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അല്ലാണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ പ്രോപ്പർട്ടി പണയം വെച്ച് ലോണ് അപ്രൂവ്ഡ് ആയി പൈലറ്റ് സ്റ്റഡീസ് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ ഡിലേ ആവുക അല്ലെങ്കിൽ കമ്മാവുക അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കടന്നു പോകുക അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അതാണ് അതിൽ പെട്ടാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു ലൂപ്പാണ്. അല്ല, ഞാനൊരു 38 lakhs ആണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഞാൻ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സും കൂടി ഇതിലുണ്ട്. ഇപ്പം ഞാനും അതുപോലെ പൈലറ്റ് സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇൻഷാല്ല ഡ്രോപ്പ് ചെയ്യില്ല, ഡെഫിനറ്റ്ലി ഐ വിൽ ഫ്ലൈ.
പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായതുകൊണ്ട് ഞാൻ സ്റ്റക്ക് ആയത്. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടണമെന്ന് വെച്ച് നിൽക്കുന്ന ടൈമിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാരിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടുകൂടി ഞാൻ അപ്രൂവ് ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്, അതെല്ലാവരും അവെയർ ആയിട്ടിരിക്കണം. പാലറ്റ് ഫീൽഡിൽ ലോൺ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം 35 അല്ലെങ്കിൽ 14 lakhs ഒക്കെ നമ്മൾ ലോൺ എന്ന് പറയുന്ന സമയത്ത് അത്രയും വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേണം. അതിൽ രക്ഷപ്പെട്ടു വന്ന ആൾക്കാരുണ്ട്, ഇതിൽ പെട്ടു വന്ന ആൾക്കാരുണ്ട്, പിന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളും കൂടി പാരൻസ് അറിഞ്ഞിരിക്കണം. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടും പറയൂല. ലൈക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങിയ സമയത്ത് ഈ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഇതിലുണ്ട് എന്നുള്ള കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞിട്ടില്ല. പ്രോപ്പർട്ടി എന്താണ്, ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പ്രോപ്പർട്ടി അതിനൊക്കെ ആപ്റ്റ് അല്ലേ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിന്റെ വാല്യൂ ഇത്രത്തോളം ഉണ്ടാവില്ല, അത്തരത്തിലൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോണിന്റെ പലിശ അത് ഏകദേശം 11% വരുന്നുണ്ട്. ഇപ്പോൾ 35 lakhs അല്ലെങ്കിൽ 40 lakhs ഇത്രയും പലിശ കയറാന്ന് പറയുമ്പോൾ അത് വലിയ ഹ്യൂജ് എമൗണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞു തരില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന്റെ അടുത്ത് തന്നെ എടുക്കേണ്ട ഒരു അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കില്ലല്ലോ. അവർക്ക് ആവശ്യം പണമാണ്. അവർ നല്ല പിന്നെ ഇതിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ ഇതിന് പിന്നെ ചിലവാകുന്ന ക്യാഷ് തന്നെ ഒരു അവർ പറക്കാൻ എത്ര ക്യാഷ് കെട്ടി വെക്കണം അങ്ങനെ കണക്കൊക്കെ ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അറൌണ്ട് 11 to 15 lakhs ആയിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ എത്ര മണിക്കൂർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അറിയോ? അത്രത്തോളം അറിയില്ല, അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ലൈക്ക് 10 hours ആണെന്ന് തോന്നുന്നു. ഐ ആം നോട്ട് ഷുവർ. പക്ഷേ നമ്മൾ പിന്നെ പറയാം ജുമാൻ്റെ ചാനലിൽ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവത്തെയാണ് എന്നുള്ള നിൽക്കാണ് നമ്മളിപ്പോൾ റുഫൈദാനെ വിളിച്ചിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പാരൻസ് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ലോണ് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെയൊക്കെ കഴിയുന്നതും പിന്നെ എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ബോൾഡ് ആയിട്ടുള്ള മക്കളുടെ പഠിക്കാൻ കഴിയുന്ന മക്കളുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ഉണ്ടെങ്കിലും പോവാൻ നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ജോബ് വാക്കൻസി ഉള്ള തൊഴിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഒരിക്കലും ഡീമോട്ടിവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, റിയാലിറ്റി ആണ്. ലൈക്ക് നമ്മളിതിൽ പെട്ടുപോയിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അനുഭവിച്ചൊരു മെന്റൽ പ്രഷർ ഉണ്ട്. ലൈക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ വിസിബിളി പോയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം അവർ പറക്കുന്നത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ലൈക്ക് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. ലൈക്ക് നമ്മൾ കൂടുതൽ സത്യത്തിൽ വാതിലടിച്ച റൂമിൽ കിടന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ലൈക്ക് അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. കാരണം നമ്മൾ കൂടുതലുള്ള ആൾക്കാർ പോവുക, നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുക, അവർ പറക്കുക, അത് നമ്മൾ കാണുക എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വല്ലാണ്ട് ഡൗൺ ആവും. അതിനുവേണ്ടി ഈ കാര്യങ്ങൾ ഈ ഫീൽഡിൽ ഉള്ള കുട്ടി അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ മറിഞ്ചുമാനന്റെ ഒരു പറത്തലൊക്കെ കാണുമ്പോൾ ശരിക്കും ജുമാനാന്റെ വീഡിയോ കാരണം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയിട്ടുണ്ടാണ് ഞാനാണ്. കാരണം അതെൻ്റെ പാരൻസിന് അയച്ചു കൊടുക്കുക, ഫാമിലി ഫംഗ്ഷൻസിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ മോളെ എത്തിയില്ലേ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ജുമാനെ ഞാനും എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിങ് സെറമണിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ജുമാനയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഏകദേശം സെയിം ബാച്ചാണ്, സെയിം ടൈം പീരീഡ് ആണ്. ആ ടൈമിൽ എൻ്റെ സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ ജുമാനെ കാട്ടി കൂടുതൽ ഹവേഴ്സ് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്നൊരു ജുമാൻ എൻ്റർ എൻ്റർ ചെയ്തിട്ടുണ്ടോ? ആ ഏകദേശം സെയിം ടൈമാണ്. അപ്പോൾ അവൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം, അങ്ങനെ എന്തോ സംഭവിച്ചത്. ഇപ്പം എൻ്റെ വിങ് സെറമണിൻ്റെ വീഡിയോയിൽ അവളുണ്ട്. അപ്പോൾ ഏകദേശം സെയിം ഫീൽഡാണ്. അപ്പോൾ അവൾ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വണ്ടർ അടിച്ച് ചോദിച്ചിട്ടുണ്ട്. ടൈം പീരീഡിൽ നമ്മൾ കയറുവായി. ഈ വീഡിയോ എപ്പോഴാണ് ജുമാൻ്റെ വീഡിയോ എപ്പോഴാണ് കാണുന്നത്? സത്യത്തിൽ എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ ഏതോ ഒരു നൈറ്റാണ് കാണുന്നത്. ആദ്യമൊന്നും എനിക്ക് അത്ര റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് ഓടിയത് ഇവളല്ലേ അവൾ എന്നുള്ള രീതി. റിജുമാനെ വീഡിയോ കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ. റിജുമാനെ അറിയാമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്താണ് ശരിക്കും ഫ്യൂച്ചർ പ്ലാന്? പ്ലാന് വെച്ചാൽ പാലറ്റ് ഫീൽഡ് തന്നെയാണ്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ട് എലമെന്റ്സ് ഇട്ടിട്ട് ഇവിടം വരെ നിന്നില്ലേ. സോ ഡെഫിനറ്റ്ലി മുന്നോട്ടേക്ക് തന്നെ പോകണം. അതിനുള്ളൊരു വഴി പാരന്റ്സ് സപ്പോർട്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള അങ്ങോട്ട് പാരന്റ്സ് സപ്പോർട്ടാണ് ചോദിച്ചാൽ ഉമ്മ സപ്പോർട്ടീവ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റേജ് വരെ സപ്പോർട്ടീവ് അല്ല. കാരണം അറിയാലോ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പാലറ്റ് ഫീൽഡ്. അപ്പം അതിൻ്റെതായ ഒരു പേടി അവർക്കുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലാണ്ട് വേറെ വഴിയില്ല. എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊന്ന് വെച്ചാല് ഇപ്പൊ ഉപ്പ സപ്പോർട്ട് ചെയ്തിട്ട് ഉമ്മ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന എമൗണ്ട് അല്ല 15 lakhs എന്ന് പറയുന്നത്. പിന്നെ അവരെ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. വീട്ടില് ഞാനും എൻ്റെ ഒരു സിസ്റ്ററും പിന്നെ ഉമ്മ ബ്രദേഴ്സ് ഇല്ല. അപ്പൊ അതില് പഠിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് റിസ്ക് എടുക്കാം, പക്ഷെ അത് മോശമല്ലേ. ലൈക്ക് ഫാമിലി മൂത്ത മോള് എന്നുള്ള നിലക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം ഉമ്മക്കല്ലാതെ ഉപ്പൊക്കെ ഉണ്ടോ?
ഉപ്പാക്ക് പൈലറ്റ് ആക്കണം എന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പഠിക്കണം എന്നുള്ളൊരു മോട്ടീവ് നമ്മളെ മൈൻഡിൽ ആദ്യം ഉണ്ടാക്കിയത് ഉപ്പയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പറയും വീട്ടിലാവരുത്, പഠിക്കണം പഠിക്കണം. പിന്നെ പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പിടിച്ചത് കാലറ്റ് എന്നുള്ള മുമ്പ്. പിന്നെ മൂപ്പര് ചെറുതൊന്നുമല്ല, പറ്റാവുന്നതിൽ ഏറ്റവും വലുത്. ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രത്തോളമാണ് പറയാനുള്ളത്. കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആവർത്തിക്കാനുള്ളത് ഒരു ഡിമോട്ടിവേഷൻ അല്ല, ആർക്കും നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്. ഫിനാൻഷ്യലി നമ്മൾ എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടാവണം. പിന്നെ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒന്നും, അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർട്ടി പിന്നെ പണയത്തിലോ അല്ലെങ്കിൽ മറ്റ് പല മാർഗ്ഗങ്ങളും നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആധാരം കയ്യിലുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനൊന്നും പണം കണ്ടെത്തിയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എടുത്ത് ചാടരുത്. ഇറങ്ങിക്കോ, പക്ഷെ എന്തെങ്കിലും ലൂപ്പിൽ പെട്ടുപോയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റഡീസ് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബേസിക് നീഡാണ്. അപ്പോൾ നമ്മൾ പാരൻസ് എന്ത് ചെയ്ത്, പാരൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്ത്, അവരെ ലെവൽ എന്തെന്നുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സ്റ്റുഡൻറ്റിന് എത്രത്തോളം സ്റ്റഡീസ് കിട്ടണം അല്ലെങ്കിൽ ഏത് ലെവലിൽ പോകണം എന്നുള്ളത് സൊസൈറ്റി തീരുമാനിക്കുന്നത്. അതൊരു കോമൺ ഫാക്ടറാണ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മുടെ ടാഗെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് വന്നു, പ്രോപ്പർട്ടിൻ്റെ പേരിൽ 6 പേരിലാണുള്ളത്, അവർക്ക് ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ലോൺ എടുക്കാൻ ഡെഫിനറ്റ്ലി പറ്റൂല, 60+ ആണെങ്കിൽ പറ്റൂല. പിന്നെ ആ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ നമുക്ക് ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് അത്ര ഇല്ല എന്നാണെങ്കിൽ ലോൺ എടുക്കാൻ പറ്റൂല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിന്തിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റും, എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടോ, എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി ആണോ നിങ്ങളുടെ ടാഗെങ്കിൽ അവിടെ ഇല്ല. ലോവർ ക്ലാസ് ഫാമിലിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പൈലറ്റ് ഫീൽഡിൽ തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്കീംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ മെയിനായിട്ട് മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടൊരു കാര്യം പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബേസിക് നീഡാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി അവകാശമാണ് ശരിക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ത്, എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട്, നമുക്ക് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇതിൽ നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും സ്പോൺസർഷിപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാദമിക് ബ്രില്യൻസ്. അക്കാദമിക് ബ്രില്യൻസ് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കിപ്പോഴും അറിയാം, ഇപ്പോൾ ഒരു പൈലറ്റ് ഫീൽഡിലേക്ക് ഹയറിങ് നടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എത്ര എക്സാംസ് പാസ്സായി, എത്രത്തോളം മാർക്കിൽ പാസ്സായതിനെ കൂടി കൂടുതൽ നിങ്ങൾക്ക് സിറ്റുവേഷൻ അവയർനെസ് സ്കില്ലുണ്ടോ. ഇപ്പോൾ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എത്രത്തോളം ഒരു ഗുഡ് പൈലറ്റാന്നുള്ള കാര്യങ്ങളാണ് ഈ പൈലറ്റ് ഫീൽഡിൽ ഒരു നല്ല പൈലറ്റായിട്ട് നമ്മൾ ഹയർ ചെയ്യുന്നതിന് വരുന്നൊരു ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം മാർക്ക് മേടിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരു 50% മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. സ്കിൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. പക്ഷെ ഇപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം കുട്ടിക്ക് വേണമെന്നാണെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും പിന്നെ നിങ്ങളുടെ അക്കാദമിക് ബ്രില്യൻസ്, ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് എല്ലാ സ്റ്റുഡൻസിനും അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ ഈക്വലായിട്ട് ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിൽ ഈ ഒരു ഫാക്ടർ തടസ്സമാണെങ്കിൽ നമുക്കത് ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി എല്ലാവരും പറയും ഉപ്പ ആര്, ഉമ്മ ആര്, ഫാമിലി സ്റ്റാറ്റസ് എന്ത്, ബാക്ക്ഗ്രൗണ്ട് എന്ത്, ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അതെല്ലാം മാറ്റേഴ്സ് ആണ്. പൈലറ്റ് ഫീൽഡിലായിക്കോട്ടെ ഏതൊരു എഡ്യൂക്കേഷൻ സ്കീമിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ ആര് എന്നുള്ളത് ഇപ്പോഴും ഈ സൊസൈറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇപ്പോൾ നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടാവും ലോൺ. ഇപ്പോൾ ഒരു 4 മക്കളുണ്ടെങ്കിൽ 2 മക്കളെ പഠിപ്പിക്കാനും 2 മക്കളെ കല്യാണം കഴിപ്പിക്കാനുള്ള ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ ലോണെല്ലാം വന്ന് തലയിലാകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഒരു കുട്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ തലയിൽ ഇതെല്ലാം, കാരണം ഇതെല്ലാം വന്ന് ബാധിക്കുന്നത് അവരെയാണ്. അപ്പോൾ ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് ഇതെല്ലാം ബാധിക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു വിസിബിളായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും പല സ്റ്റുഡൻസ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്കറിയുന്നൊരു കുട്ടിയുണ്ട്, സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നൊരു കുട്ടിയുണ്ട്, ഒന്നല്ല 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലും അവർ ഇതേപോലെ 2 വർഷം കഴിഞ്ഞ 2-3 വർഷം ചില ആൾക്കാർ എക്സാംസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വലിയൊരു കുഴപ്പം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞോട് കൂടിയിട്ട് ഉറഫെയ്താൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഉറഫെയ്ത അവിടെ വന്നതിൽ, കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം ഓടി വന്നതിലും. നമ്മൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് അതിലേറെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എന്നിട്ട് മക്കളെ പഠിക്കാൻ വിടുക. മക്കളോടും പറയാനുള്ളത് തന്നെയാണ്, പാരൻസിനെ കുറിച്ചുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ അന്വേഷിച്ചിട്ട് ഇത് പറ്റാവുന്നത് തോന്നുകയാണെങ്കിൽ 100% ഉറപ്പുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. താങ്ക് യു, ബൈ.